സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കാൻ പറ്റുമായിരുന്നോ? ഈ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തെ, ഈ ഗൃഹസന്ദർശനം നടത്തുന്ന സമയത്ത് അവിടെ കൊച്ചു പിള്ളേരുണ്ടാവും, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര്. UDF സർക്കാരിന്റെ കാലത്ത് അബ്ദുറബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയം സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഈ ഇതേപോലെ ഡിസംബർ മാസം കഴിഞ്ഞ് ഇതേപോലെ ഒരു ഗൃഹസന്ദർശനം നടത്തിയ പിള്ളേർ ചോദിക്കും, മാമ ഞങ്ങൾക്ക് പഠിക്കാൻ പുസ്തകം എവിടെ? പുസ്തകം എവിടെ? അന്ന് അബ്ദുറബ്ബ് നൽകിയ ഏറ്റവും നല്ല വിശദീകരണം എന്താണെന്ന് അറിയാമോ? ഓണം നേരത്തെ വന്നതുകൊണ്ട് പുസ്തകപടി കുറച്ച് വൈകി. അല്ലെങ്കിൽ ഇത് ഒടുവിൽ എന്താ ചെയ്തത്? വിദ്യാഭ്യാസ വകുപ്പിന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കേണ്ടി വന്നില്ലേ? കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൽ ഏതെങ്കിലും ഒരു വർഷം, ഏതെങ്കിലും ഒരു മാസം പാഠപുസ്തകങ്ങൾ വൈകിട്ടുണ്ടോ? നേരത്തെ പാഠപുസ്തകങ്ങൾ കിട്ടിയിട്ടില്ലേ? പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിലൂടെ SCERT അതും നോക്കൂ, കേന്ദ്രത്തോട് പോരടിച്ച് സ്പെഷ്യൽ സപ്ലിമെന്റ് ഇറക്കി. ഇവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാർ വെട്ടിമാറ്റിയ സിലബസുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രത്യേകം, അതായത് നേരത്തെ നിശ്ചയിച്ച പാഠപുസ്തകങ്ങൾക്ക് പകരം അഡീഷണൽ ആയിട്ടുള്ള സപ്ലിമെന്റ് പാഠപുസ്തകം പോലും ഇറക്കിയിട്ടാണ് ഈ സർക്കാർ പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഹാപ്പിയാണ്. അവിടേക്ക് ചെല്ലുമ്പോൾ, വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ ചോദ്യം ചോദിക്കില്ല. UDF സർക്കാരിന്റെ കാലത്താണെങ്കിൽ ചോദിക്കും. അത് അബ്ദുറബ്ബിന്റെ കാലഘട്ടം, ഇത് ശിവൻകുട്ടിയുടെ കാലഘട്ടം.